Hello everyone, welcome to today's video. Last section star connection related problems ആണ് നമ്മൾ ചെയ്തത്. ഇന്ന് 3-phase AC circuits delta connection related ആയിട്ടുള്ള കുറച്ച് problems നമുക്ക് നോക്കാം. Let's start with the first question. A star connected alternator supplies a delta connected load. The impedance of the load branch is 8 plus j6 ohm per phase. The line voltage is 230 volt. Determine current in the load branch, power consumed by the load, power factor of the load and reactive power of the load. This question നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് സ്റ്റാർ കണക്റ്റഡ് ഓൾട്ടർനേറ്റർ സപ്ലൈസ് എ ഡെൽറ്റ കണക്റ്റഡ് ലോഡ് എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെൽറ്റ കണക്റ്റഡ് ലോഡ് എന്നവർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് എവറി ക്വസ്റ്റ്യൻ കറണ്ട് ഇൻ ദ ലോഡ് ബ്രാഞ്ച്, പവർ കൺസ്യൂംഡ് ബൈ ദ ലോഡ്, പവർ ഫാക്ടർ ഓഫ് ദ ലോഡ് ആൻഡ് റിയാക്റ്റീവ് പവർ ഓഫ് ദ ലോഡ് എന്നവർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോഡ് എന്ന് മീൻ ചെയ്യുന്നത് നമ്മുടെ ഡെൽറ്റ കണക്റ്റഡ് ലോഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഡെൽറ്റ കണക്ഷൻ ആയിരിക്കും. ഡെൽറ്റ കണക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഈ ലോഡ് ഇംപീഡൻസിൻ്റെ വാല്യൂ പെർ ഫേസ് വാല്യൂ 8 plus j6 ohm എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബാലൻസ്ഡ് ലോഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ബ്രാഞ്ചിലും ഈക്വൽ ആയിരിക്കും ലോഡ്. ഇനി ഡെൽറ്റ കണക്റ്റഡ് ലോഡിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ ഡെൽറ്റ കണക്റ്റഡ് ലോഡ് line voltage equal to phase voltage, line current equal to √3 into phase current, right? സ്റ്റാർ കണക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെൽറ്റ കണക്ഷനിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജും ലൈൻ കറൻറ്റും ജസ്റ്റ് റിവേഴ്സ് ആയിട്ടാണ് ഈ കേസിൽ വരുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറൻറ്റ് ഇൻ ദ ലോഡ് ബ്രാഞ്ച്. കറൻറ്റ് ഇൻ ദ ലോഡ് ബ്രാഞ്ച് മീൻസ് ഫേസ് കറൻറ്റ്. ഫേസ് കറൻ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ്റെ എ പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കറൻറ്റ് ഇൻ ദ ലോഡ് ബ്രാഞ്ച്. കറൻറ്റ് ഇൻ ദ ലൈൻ എന്ന് പറഞ്ഞാലാണ് നമുക്ക് ലൈൻ കറൻറ്റ് മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കേസിൽ കറൻറ്റ് ഇൻ ദ ലോഡ് ബ്രാഞ്ച് എന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തുകൊണ്ട് ഫേസ് കറൻറ്റാണ് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ലോഡ് ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് ആണ്. ഈ സെയിം തന്നെയാണ് രണ്ട് ലൈൻ അക്രോസ് ഉള്ള വോൾട്ടേജ്. അതുകൊണ്ടാണ് ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് they have given Z equal to 8 plus j6 ohm per phase, right? That is mod Z equal to square root of 8 square plus 6 square, which is equal to 10 ohm, right? And now I phase കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് V phase divided by Z phase. Here Z എന്ന് പറയുന്നത് മോഡുലസ് വാല്യൂ ആണ്. ആൻഡ് വാട്ട് ഇസ് V phase? ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു 230 വോൾട്ട് എന്ന് വരെ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ദാറ്റ് മീൻസ് അവർ ഫേസ് വോൾട്ടേജ് ഈസ് ഓൾസോ ഈക്വൽ ടു 230 volt. So here I am substituting 230 volt divided by 10, which is equal to 23 amperes. So the current in the load branch is 23 amperes, which is nothing but our phase current. So let's see the next question. Power consumed by the load. Power consumed by the load star connectionilum delta connectionilum same aanu. The formula remains the same. So we can write it as √3 into VL IL cos phi, √3 into VL IL cos phi. So for that we need to calculate cos phi first. And what is cos phi? Cos phi is our power factor. And see, in the next question we need to calculate power factor of the load. So before doing this B part, I am going to do this C part, right? Power factor equal to cos phi. Cos phi is equal to R by mod Z. What is R? The value of R, if we compare this value of impedance
r plus jx. 8 plus j6 is nothing but our r plus j6. What is r? R equal to 8 divided by mod z is 10. So the value will be 0.8. Here our cos phi is nothing but 0.8. So P equal to root 3 into VL. What is VL? VL is 230. And IL is equal to root 3 into I phase. So here I am going to substitute root 3 into, what is I phase? I phase, the value of I phase is 23 into cos phi. Cos phi equal to 0.8 and the value will be 12,684 watts. 12,684 watts. Okay, I'm taking the approximate value. Calculator approximate 2 decimals vare namakku calculate cheyam. Round off cheyan paranjittundenkil specifically round off here. Then next see our last section D. Question number D, reactive power. Directly apply the formula. Reactive power equal to, power consumed is nothing but our active power. Active power power consumed same aanu. Power consumed and active power same aanu. Ivide namukku calculate cheyanathu reactive power aanu. The difference is that cos phi will be replaced with sin phi in reactive power. Root 3 VL IL into sin phi. And so directly substitute the values. Root 3 into 230 into IL is root 3 into I phase, which is equal to 23 into sin phi. How can we calculate sin phi? Sin phi equal to square root of 1 minus cos square phi, which is equal to square root of 1 minus 0.8 whole square, which is equal to 0.6. So sin phi is 0.6 and the value will be 9,513 watts, right? So this is about our delta connection. This case phase line current ആണ് root 3 times of phase current, but in star connection line voltage ആണ് root 3 times of phase voltage. So let's see the next question. In the second question, a 220 volt 3 phase voltage is applied to a balanced delta connected 3 phase load of phase impedance 15 plus j20 ohm. Find the phase current in each line. What is the power consumed per phase and what is the sum of 3 line currents, right? Let's see the first part. Find the phasor current in each line. Phasor current in each line means line current. We have to find the line current in the first section. And what is line current in delta connected load? In for delta connection, line current equal to root 3 into I phase. And what is I phase? In order to find I phase, we have the formula V phase divided by Z phase, right? V phase divided by Z phase. And now V phase equal to VL in case of delta connection. And what is line voltage? Line voltage is equal to 220 volt, right? 220 volt. It is already given in the question and I have already mentioned, if line voltage എന്നോ phase voltage എന്നോ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂ നമ്മൾ എപ്പോഴും ലൈൻ വോൾട്ടേജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. That is V phase equal to 220 divided by mod Z phase. Here the phase in the impedance per phase is given as 15 plus j20 ohm, and if we write it in the polar form, we have square root of
15 square plus 20 square, which is equal to 25 ohm, right? And here we need to consider one more thing, is that here they have asked for phasor current in each line. Specifically they have mentioned phasor current. Phasor current means the angle, not only the magnitude, the angle also we have to mention. In such a case, this is the magnitude, the angle of this one is given by tan inverse b by a, 20 by 15, and which is equal to 53.13 degree. So here I am going to consider its both magnitude and phase, that is 25 angle 53.13 degrees. Okay, and the value will be 8.8 angle minus 53.13 degrees. In this case, 53.13 എന്നുള്ള ആംഗിൾ ഫേസ്, ഈ ഫേസ് വോൾട്ടേജിനും ഫേസ് കറന്റിനും ബിറ്റ്വീൻ ഉള്ള ആംഗിൾ ആണ് 53.13 എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻ ദിസ് കേസ് ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും സെയിം ആയതുകൊണ്ട് ലൈൻ വോൾട്ടേജും ഫേസ് കറന്റും തമ്മിലുള്ള ആംഗിൾ ആണ് 53.13 എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് വരാൻ കാരണം ഇതൊരു ഇൻഡക്റ്റീവ് ലോഡ് ആയതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് വന്നത്. ഓക്കെ, സോ ഐ ഫേസ് എന്നുള്ള ഫേസ് കറന്റിന്റെ വാല്യൂ 8.8 ആൻഡ് മൈനസ് 53.13 നമുക്ക് കിട്ടി. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് വി നീഡ് ടു കാൽക്കുലേറ്റ് phasor current in each line, that is IL equal to √3 into 8.8. This will be the magnitude of line current, and the answer will be 15.24 amperes. 15.24 amperes. നമുക്ക് ക്വസ്റ്റ്യനിൽ ലൈൻ കറണ്ട് മാത്രമാണ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഇസ് മോർ ദാൻ ഇനഫ്. ബട്ട് ഈ കേസിൽ ഫേസർ കറണ്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഫേസർ ഡയഗ്രാം അല്ലെങ്കിൽ ഇതിൻ്റെ വെക്റ്റർ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് വേണം എങ്ങനെയാണ് ഇതിൻ്റെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആൻഡ് ബിഫോർ പ്രൊസീഡിങ് ടു ഫേസർ ഡയഗ്രാം, ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വാല്യൂവിനെ ഇഫ് ഐ എം കൺസിഡറിങ് ഇറ്റ് ആസ് IR ഈസ് ഈക്വൽ ടു 8 ആംഗിൾ മൈനസ് 53.13. what will be IY? Here IR, IY and IB I am representing it as phase currents. Phase currents ഇനെയാണ് IR, IY, IB എന്ന നൊട്ടേഷൻ വെച്ചിട്ട് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഏത് നൊട്ടേഷനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആ നൊട്ടേഷൻ തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ കേസിൽ ഞാൻ IR, IY, IB എന്ന് പറയുന്നതാണ് ഫേസ് കറണ്ടായി എടുക്കുന്നത്. ഫസ്റ്റ് കേസിൽ മൈനസ് 53.13 ആണ്. അപ്പോൾ സെക്കൻഡ് കേസിൽ എന്ത് വരും നമുക്കറിയാം. ഫസ്റ്റ് ആർ ഫേസ് ആണ് റെഫറൻസ് ആയിട്ട് ഞാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സം വാല്യൂ ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ റെഫറൻസ് നമ്മൾ നോർമലി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ IY എന്ന് പറയുന്നത് 8.8 ആംഗിൾ മൈനസ് 120 ഡിഗ്രി ആയിരിക്കും. IB എന്ന് പറയുന്നത് 8.8 ആംഗിൾ പ്ലസ് 120 ഡിഗ്രി അല്ലെങ്കിൽ മൈനസ് 240 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്മൾ 0 ആണ് റെഫറൻസ് ആയി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ. ബട്ട് ഈ കേസിൽ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ഫേസ് ആംഗിൾ ഉണ്ട്. അതായത് ലൈൻ വോൾട്ടേജും ഫേസ് കറൻറ്റും തമ്മിൽ 53.13 എന്നുള്ള ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ നമ്മൾ വൈ ഫേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ആംഗിളിൻ്റെ കൂടെ മൈനസ് 120 ഡിഗ്രി ആഡ് ചെയ്യണം. ഈ കേസിൽ നമുക്ക് മൈനസ് 53.13 പ്ലസ് മൈനസ് 120 ഡിഗ്രി. ഈ കേസിലാണെങ്കിൽ 8 ആംഗിൾ മൈനസ് 53.13 പ്ലസ് 120 ഡിഗ്രി. അങ്ങനെ ഈ വാല്യൂസ് ആയിരിക്കും നമ്മളുടെ ഫേസ് കറൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് ഇതിൻ്റെ ഫേസർ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ here I am going to plot our IR, and with reference to IR this angle will be this angle will be 120 degree, which is our IY, and this is our IB. And delta connection case phasor diagram, star connection phasor diagram, delta connection phasor diagram ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ലൈൻ കറന്റ് I1 എന്ന് പറയുന്നത് ലൈൻ കറന്റ് I1, ഞാനിവിടെ ലൈൻ കറന്റിനെ I1 I2 I3 എന്നുള്ള നൊട്ടേഷനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. IR IY IB എന്ന് പറയുന്നത് ഫേസ് കറന്റ്, അതിൽ കൺഫ്യൂഷൻ വരാതെ നോക്കുക. അങ്ങനെയാണെങ്കിൽ ലൈൻ കറന്റ് I1 I am representing it as IR minus IB, and I2 equal to IR minus IB എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് മൈനസ് IB, this is minus IB. IR minus IB എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇക്വാലന്റ്, നമ്മളുടെ വെക്റ്റർ ഇക്വാലന്റ് ഇതായിരിക്കും. this is our IR minus IB. Okay, അതായത് ലൈൻ കറന്റ് I1 എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിരിക്കും. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു പ്ലോട്ട് അവർ I2 ലൈൻ കറന്റ്. സെക്കൻഡ് ലൈൻ കറന്റ് എന്ന് പറയുന്നത് IY മൈനസ് IR ആണ്. IY മൈനസ് IR, IY മൈനസ് IR എന്ന് മീൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് അവർ മൈനസ് IR, and if I draw its resultant, if I draw the resultant of this vector, this is our I2, this is our I2, or IY minus, this is minus IR, IY minus IR is our I2. And what is I3? I3 equal to IB minus IY, IB minus IY, this is our minus IY, and if I draw the resultant of this vector, this is our I3 or IB minus IY, IB minus IY. These are our line currents, these are our line currents, right? ഇനി ഈ 53.13 എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ലൈൻ വോൾട്ടേജ് മീൻസ് I am going to represent line voltage with blue ink. This will be our line voltage VRY, and this angle is nothing but 53.13. ഈ ആംഗിൾ ആണ് 53.13. ഈ നെഗറ്റീവ് റെപ്രസെന്റ് ചെയ്യുന്നത് കറന്റ് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു എന്നാണ് ഈ 53.13 കൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്കറിയാം ഈ വാല്യൂ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ഈ വാല്യൂ 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ I1 മേക്ക് ചെയ്യുന്ന ആംഗിൾ, I1ന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. I1ന്റെ മാഗ്നിറ്റ്യൂഡ് 15.24 ആണ്. 15.24 വിത്ത് an angle. ഈ ആംഗിൾ എന്ന് പറയുന്നത് വിത്ത് റെഫറൻസ് ടു VRY ആണ് 53.13. അതായത് I1 മേക്ക് ചെയ്യുന്ന ആംഗിൾ വിത്ത് റെഫറൻസ് ടു VRY എന്ന് പറയുന്നത് ഇതായിരിക്കും. ദി ആംഗിൾ ആണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വിൽ ബി മൈനസ് Y, ബിക്കോസ് ലൈൻ കറന്റ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു. അതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു 53.13 പ്ലസ് 30, ദാറ്റ് ഈസ് മൈനസ് 83.13 ഡിഗ്രി ആയിരിക്കും ലൈൻ കറന്റ് I1. ദിസ് ഈസ് അവർ ഫസ്റ്റ് വാല്യൂ. ആൻഡ് വാട്ട് വിൽ ബി I2? ഇവിടെ മൈനസ് 53.13 and minus, and this value equal to minus 173.13, minus 173.13 ആണ്. മൈനസ് 173.13 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. ഈ വെക്റ്റർ ഡയഗ്രാമിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. IY
with reference to VRY is making an angle of, this is IY, 120 plus 53.13, and this value will be minus 173.13. And I2 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. I2 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. That means we must consider this angle, right? ഈ ആംഗിൾ ആണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് മൈനസ് 173.13 പ്ലസ് 30. മാഗ്നിറ്റ്യൂഡ് എല്ലാ കേസിലും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഈ വാല്യൂ ഐവൈയുടെയും IR-ൻ്റെയും വാല്യൂസ് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടുക. പക്ഷേ എക്സാമിന് കുറച്ചുകൂടി സിംപ്ലിഫൈ ആയിട്ട് വെക്ടർ ഡയഗ്രാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ആ വാല്യൂസ് എഴുതാൻ പറ്റും. കാൽക്കുലേറ്റർ ചെയ്യുന്നത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കിതിനെ പോളാർ ഫോമിന് റെക്റ്റാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർഷൻസ് കൂടുതൽ വരും, മിസ്റ്റേക്സ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ് വെക്ടർ ഡയഗ്രാം വെച്ച് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വേ. സോ I2 will be minus 173.13 plus here what is this value? This value is equal to 30 degree minus 30 degree, and നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 203.13 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഇത് 200 എബോ ആയതുകൊണ്ട് നോർമലി നമ്മൾ 360 മൈനസ് ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അതായത് ഈ വാല്യൂ ആണ് 203.13 എന്ന് പറയുന്നത്. നമുക്ക് പോസിറ്റീവ് വാല്യൂ ആയിട്ട് എഴുതാനായിട്ട് നമ്മൾ ഈ വാല്യൂ കൺസിഡർ ചെയ്താലും സെയിം ആണ്. അതായത് ഈ വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണ്? 360 minus 203.13, and so I am replacing this value. I am replacing this value with a positive value which is equal to 360 minus 203.13, which is equal to plus 156.87 plus 156.87 degree ആയിട്ട് ഞാൻ replace ചെയ്യാണ്. This is our second value. Now let's see the third one, I3. IB minus IY magnitude will be same. Let's see the angle making with I3. This is I3, and we know this angle is 90 degree. This angle is 90 degree, and we are calculating this angle, right? We are calculating this angle. So just 90 minus 53.13 will give this value. 90 minus 53.13 in anti-clockwise direction, that means plus 36.87 plus 36.87 will be the other value. This is the simplest way through which we can find the value more easily. അല്ലെങ്കിൽ നമുക്ക് IY IB ഇവിടെ നോക്കുകയാണെങ്കിൽ ഫേസ് കറൻറ്റും ലൈൻ കറൻറ്റും തമ്മിൽ 30 ആണ് ആംഗിളിൻ്റെ ഡിഫറൻസ്. 30 ഈ കിട്ടുന്ന വാല്യൂസിനെ എല്ലാം നമ്മൾ -30 വെച്ചിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, ഐ തിങ്ക് ദിസ് ഫസ്റ്റ് part of this question is clear to you. ഈ വെക്റ്റർ ഡയഗ്രാം ക്ലിയർലി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂസ് എഴുതാൻ പറ്റും. ഓക്കെ, now let's see the second part. In the second part, what is the power consumed per phase? Per phase, സ്റ്റാർ കണക്ഷനിൽ നമ്മൾ സിമിലർ ആയിട്ടൊരു പ്രോബ്ലം ചെയ്തു. പെർ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കൺസിഡർ വൺ ഫേസ്, ദാറ്റ് ഈസ് I സ്ക്വയർ ഫേസ് കറൻറ്റിൻ്റെ സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് R ഫേസ്, അല്ലെങ്കിൽ നമുക്ക് I ഫേസ് ഇൻറ്റു B ഫേസ് ഇൻറ്റു I ഫേസ് ഇൻറ്റു cos phi എന്നുള്ള ഫോർമുല യൂസ് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. If I substitute this value, I phase we know 8.8 square into R phase. What is R resistance value equal to R plus JX? R is 15 and the value will be 1161.6 volts, right?
let's see the third part. What is the sum of three line currents? Sum of three lines currents എന്ന് പറയുന്നത് ഈ കേസിൽ I1 plus I2 plus I3 ആണ്. I1 plus I2 plus I3 which is equal to ഞാൻ ഓൾറെഡി ഇവിടെ ഇറേസ് ചെയ്ത് നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഇൻ കാൽക്കുലേറ്റർ ആൻഡ് ചെക്ക്. നമുക്ക് 0 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് ഈ എല്ലാ ലൈൻ കറൻസും തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വാല്യൂ വേണ്ടി 0 ആയിരിക്കുന്നു. എങ്കിലും എക്സാമിനേഷൻ പർപ്പസിന് നമുക്ക് ആ വാല്യൂസ് ഡയറക്റ്റ്ലി എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് വി വിൽ ഗെറ്റ് വാല്യൂ ആസ് 0. And now let's see the next question. In the third question, a three-phase delta connected alternator drives a balanced three-phase load whose each phase current is 10 ampere in magnitude at the time when IA equal to 10 angle 30 degree. Determine the following for a phase sequence of ABC. First question is polar expression for IB and IC. Second question is polar expression for the three line currents. Show the phase and line currents on a phasor diagram. Let's start. Question le thandirikkunna given data ennu parayunnathu phase current inde magnitude 10 ampere aanu parnittunde. IA ide value 10 angle 30 aanu parnittunde. Ivide magnitude 10 aanu. Magnitude 10 means ഈ വാല്യൂ എന്ന് പറയുന്നത് ഫേസ് കറന്റ് ആണ്. ഫേസ് കറന്റ് ആണ് IA ഈക്വൽ ടു 10 ആംഗിൾ 30 ഡിഗ്രി. സപ്പോസ് ഈ തന്നിരിക്കുന്ന വാല്യൂ 0 ഡിഗ്രി ആയിരുന്നു റെഫറൻസ് എന്ന് ഉണ്ടായിരുന്നെങ്കിൽ, സപ്പോസ് if IA equal to 10 angle 30 degree, what will be IB? 10 angle minus 120 degree. Here I am taking next as IB because they are already given phase sequence is ABC. So AB next will be C. This will be 10 angle plus 120 degree or minus 240 degree. ഇത് 0 ഡിഗ്രി ആയിരുന്നു എന്നുണ്ടെങ്കിൽ കേസാണ്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് 30 ഡിഗ്രി. സോ വാട്ട് വിൽ ബി IB? 10 ആംഗിൾ 30 മൈനസ് 120. വാട്ട് ഈസ് IC? IC വിൽ ബി 10 ആംഗിൾ 30 പ്ലസ് 120. ദാറ്റ് ഈസ് this will be same as it is. IA will be same as it is. IB will be 10 angle minus 90 degree and this will be 10 angle 150 degree, right? So if we get these values, first part is over. Polar expression for IB and IC is over. Now let's see the second part. This is first part. Expression for the three line currents. Expression for three line currents, we know if I am taking line current be IL1, IL2 and IL3, what will be the polar expression for these values? Magnitude we can find easily. What will be the magnitude? We know IL equal to √3 into I phase, and here what is I phase? I phase magnitude is equal to 10, so our value will be 17.3. √3 value 1.732. substitute cheyanengil 1.732 ampere aayirikkum line current inde magnitude. Now we have to look for this angle. What will be the angles for them? അതിന് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂസ് ഈസിലി. ഓക്കെ, ഈ കേസിൽ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. പ്രീവിയസ് കേസിൽ വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ് ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തത് ഫേസർ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ബട്ട് ഈ കേസിൽ നമുക്ക്
റെഫറൻസ് ഏതാണ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. +30 മീൻസ് തന്നിരിക്കുന്ന, സപ്പോസ് ഐ ആം കൺസിഡറിങ് ദിസ് ആസ് അവർ റെഫറൻസ് ലൈൻ. ഈ റെഫറൻസ് ലൈനിന് 30 ഡിഗ്രി +30 ഡിഗ്രി ആയതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ 30 ഡിഗ്രി ഡ്രോ ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഐ ഡ്രോ 30 degree in anti-clockwise direction, this will be our IA. This is our IA. Okay. And we know IB will be this one because 120 degree, and this will be our IC 120 degree, right? And line current നമുക്ക് വരയ്ക്കണം. IA മൈനസ് IC ആണ് നമ്മുടെ, let this be IC. ഈ രണ്ടിൻ്റെയും ഈ രണ്ട് വെക്ടറിൻ്റെയും റിസൾട്ടൻ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ കറൻറ്റ്. അതായത് ഈ ലൈനാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ കറൻറ്റ്. ദിസ് ഈസ് IA മൈനസ് IC. This is minus IC. ഈ ഒരു വെക്റ്റർ ഡയഗ്രത്തിൽ നിന്നും അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ലൈൻ കറൻറ്റിനെ റെഫറൻസ് ആക്കി വെച്ചിട്ടാണ് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് IL1 ഈക്വൽ ടു, നമുക്ക് നേരത്തെ കേസിൽ മാഗ്നിറ്റ്യൂഡ് 17.32 എന്ന് കിട്ടി, ആംഗിൾ 0 ഡിഗ്രി. ബിക്കോസ് ഈ 30 ഡിഗ്രി എന്നുള്ളൊരു റെഫറൻസ് ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് IA മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ലൈൻ കറൻറ്റ്, അതായത് IAയുടെയും ICയുടെയും റിസൾട്ടൻ്റ് വരച്ചപ്പോൾ നമുക്ക് നമ്മുടെ ലൈൻ കറൻറ്റും റെഫറൻസ് ലൈനും സെയിം ലൈനിൽ coincide ചെയ്യുന്നുണ്ട്. That means this value will be 0 degree. So IL1 we get, if this angle is 0, directly we can write what will be IL2, 17.32 angle minus 120 degree, and what will be IL3, 17.32 angle plus 120 degree, right? So ഈ ഒരു ലൈൻ വരച്ചപ്പോൾ തന്നെ, നമുക്കൊരു ഫസ്റ്റ് ലൈൻ കറൻറ്റ് വരച്ചപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലൈനിൻ്റെയും ഫേസർ വാല്യൂസ് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റി. ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് IL2 വിൽ ബി ഹിയർ ആൻഡ് IL3 വിൽ ബി here. This will be our IL3. Okay, so I hope this part is also clear to you. We will see with another video in the next lecture. Thank you.